3 തവണ അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു മോട്ടോർ സൈക്കിൾ കമ്പനിയെ ഒരു 26 വയസ്സുകാരൻ ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ ബൈക്ക് ബ്രാൻഡുകളിൽ ഒന്നാക്കി മാറ്റിയ കഥയുണ്ട്. 1897 ബ്രിട്ടീഷ് ആർമി ഉപയോഗിച്ചിരുന്ന മോട്ടോർ സൈക്കിളുകൾ UK നിരത്തുകളിൽ എത്തുമ്പോഴേക്കും ജാപ്പനീസ് ബ്രാൻഡുകൾ ആ സ്ഥാനം കൈയടക്കിയിരുന്നു. തുടർന്ന് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെത്തിയ ഇന്ത്യൻ പട്ടാളക്കാരുടെ ഇഷ്ടവാഹനത്തിന്റെ ഇന്ത്യൻ വിപണിയിലെ സ്ഥിതിയും സമാനമായിരുന്നു. സുസുക്കിക്കും ഹോണ്ടയ്ക്കും യമഹയ്ക്കും ഇടയിൽ പിടിച്ചു നിൽക്കാനാവാതെ വലഞ്ഞിരുന്ന കമ്പനിയെ എയ്ച്ചർ ഏറ്റെടുത്ത് തിരിച്ചുകൊണ്ടുവരാൻ പഠിച്ച പണി 18 നോക്കിയിട്ട് നടക്കാത്ത റോയൽ എൻഫീൽഡിനെ തിരിച്ചുകൊണ്ടുവരാൻ ഇന്ത്യൻ റോഡുകളിലേക്ക് ഇറങ്ങിത്തിരിച്ച സിദ്ധാർത്ഥ് എന്ന 26 വയസ്സുകാരൻ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് എഞ്ചിനും ഗിയർ ബോക്സും എന്തിന് തങ്ങളുടെ സ്റ്റോർ ഡിസൈൻ ഉൾപ്പെടെ ഓരോന്നിനും വേണ്ട മാറ്റങ്ങൾ വരുത്തി സിദ്ധാർത്ഥിന്റെ തോക്കിൽ നിന്നും പോയ ബുള്ളറ്റുകൾ 2005 25,000 യൂണിറ്റ് മാത്രം വിറ്റിരുന്ന മാർക്കറ്റ് തുറച്ചു കയറി 2023 9 ലക്ഷം യൂണിറ്റുകളാക്കി ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൈക്ക് പ്രീമിയം റീറ്റെയിലേഴ്സ് ആക്കി റോയൽ എൻഫീൽഡിനെ മാറ്റി. വില്ലന്മാർ എത്ര ശക്തന്മാരാണെങ്കിലും വില്ലന്മാർ എത്ര പേരുണ്ടെങ്കിലും കഥയുടെ അവസാനം അവരെ എല്ലാവരെയും ഒറ്റക്കിടിച്ചിട്ട് നായകൻ തന്നെയായിരിക്കും വിജയിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു വാഹനവുമുണ്ട്. പറഞ്ഞു വരുന്നത് ടൊയോട്ടയുടെ ഇന്നോവയെ കുറിച്ചാണ്. 2005 ടൊയോട്ടയുടെ തന്നെ നല്ലപോലെ വിറ്റുകൊണ്ടിരുന്ന കോളീസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടായിരുന്നു ഇന്നോവ എന്ന് പറഞ്ഞ മോഡൽ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇത്രയും വിൽപ്പനയുള്ള കോളീസിനെ റീപ്ലേസ് ചെയ്ത് ഇങ്ങനൊരു മോഡൽ കൊണ്ടുവരുന്നത് ടൊയോട്ട കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന്. പക്ഷേ പിന്നീട് സംഭവിച്ച ചരിത്രമായിരുന്നു. MPV സെഗ്മെന്റിലേക്ക് വന്ന ഇന്നോവ അത് ഇന്നോവ സെഗ്മെന്റാക്കി മാറ്റി. സിനിമയിൽ വരുന്ന വില്ലന്മാരെ പോലെ ടാറ്റയുടെ ആര്യയും ഹെക്സയും മഹേന്ദ്രയുടെ മരാസോയും ഷെവർലയുടെ എൻജോയും അങ്ങനെ ഒരുപാട് വണ്ടികൾ വന്നെങ്കിലും ഇവരെ എല്ലാവരെയും തോപ്പിച്ച് നായകനായി ഇന്നോവ ഇപ്പോഴും തുടരുകയാണ്. ആർക്കും കൊടുക്കാൻ പറ്റാത്ത ആ വണ്ടിയുടെ റിലയബിലിറ്റിയും ആ ഒരു കംഫോർട്ടും തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ ഇപ്പോഴും ആ സെഗ്മെന്റിലെ കിങ്ങായി നിർത്തിയിരിക്കുന്നത്. 3 തവണ അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു മോട്ടോർ സൈക്കിൾ കമ്പനിയെ ഒരു 26 വയസ്സുകാരൻ ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ ബൈക്ക് ബ്രാൻഡുകളിൽ ഒന്നാക്കി മാറ്റിയ കഥയുണ്ട്. 1897 ബ്രിട്ടീഷ് ആർമി ഉപയോഗിച്ചിരുന്ന മോട്ടോർ സൈക്കിളുകൾ UK നിരത്തുകളിൽ എത്തുമ്പോഴേക്കും ജാപ്പനീസ് ബ്രാൻഡുകൾ ആ സ്ഥാനം കൈയടക്കിയിരുന്നു. തുടർന്ന് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെത്തിയ ഇന്ത്യൻ പട്ടാളക്കാരുടെ ഇഷ്ടവാഹനത്തിന്റെ ഇന്ത്യൻ വിപണിയിലെ സ്ഥിതിയും സമാനമായിരുന്നു. സുസുക്കിക്കും ഹോണ്ടയ്ക്കും യമഹയ്ക്കും ഇടയിൽ പിടിച്ചു നിൽക്കാനാവാതെ വലഞ്ഞിരുന്ന കമ്പനിയെ എയ്ച്ചർ ഏറ്റെടുത്ത് തിരിച്ചുകൊണ്ടുവരാൻ പഠിച്ച പണി 18 നോക്കിയിട്ട് നടക്കാത്ത റോയൽ എൻഫീൽഡിനെ തിരിച്ചുകൊണ്ടുവരാൻ ഇന്ത്യൻ റോഡുകളിലേക്ക് ഇറങ്ങിത്തിരിച്ച സിദ്ധാർത്ഥ് എന്ന 26 വയസ്സുകാരൻ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് എഞ്ചിനും ഗിയർ ബോക്സും എന്തിന് തങ്ങളുടെ സ്റ്റോർ ഡിസൈൻ ഉൾപ്പെടെ ഓരോന്നിനും വേണ്ട മാറ്റങ്ങൾ വരുത്തി സിദ്ധാർത്ഥിന്റെ തോക്കിൽ നിന്നും പോയ ബുള്ളറ്റുകൾ 2005 25,000 യൂണിറ്റ് മാത്രം വിറ്റിരുന്ന മാർക്കറ്റ് തുറച്ചു കയറി 2023 9 ലക്ഷം യൂണിറ്റുകളാക്കി ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൈക്ക് പ്രീമിയം റീറ്റെയിലേഴ്സ് ആക്കി റോയൽ എൻഫീൽഡിനെ മാറ്റി. വില്ലന്മാർ എത്ര ശക്തന്മാരാണെങ്കിലും വില്ലന്മാർ എത്ര പേരുണ്ടെങ്കിലും കഥയുടെ അവസാനം അവരെ എല്ലാവരെയും ഒറ്റക്കിടിച്ചിട്ട് നായകൻ തന്നെയായിരിക്കും വിജയിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു വാഹനവുമുണ്ട്. പറഞ്ഞു വരുന്നത് ടൊയോട്ടയുടെ ഇന്നോവയെ കുറിച്ചാണ്. 2005 ടൊയോട്ടയുടെ തന്നെ നല്ലപോലെ വിറ്റുകൊണ്ടിരുന്ന കോളീസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടായിരുന്നു ഇന്നോവ എന്ന് പറഞ്ഞ മോഡൽ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇത്രയും വിൽപ്പനയുള്ള കോളീസിനെ റീപ്ലേസ് ചെയ്ത് ഇങ്ങനൊരു മോഡൽ കൊണ്ടുവരുന്നത് ടൊയോട്ട കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന്. പക്ഷേ പിന്നീട് സംഭവിച്ച ചരിത്രമായിരുന്നു. MPV സെഗ്മെന്റിലേക്ക് വന്ന ഇന്നോവ അത് ഇന്നോവ സെഗ്മെന്റാക്കി മാറ്റി. സിനിമയിൽ വരുന്ന വില്ലന്മാരെ പോലെ ടാറ്റയുടെ ആര്യയും ഹെക്സയും മഹേന്ദ്രയുടെ മരാസോയും ഷെവർലയുടെ എൻജോയും അങ്ങനെ ഒരുപാട് വണ്ടികൾ വന്നെങ്കിലും ഇവരെ എല്ലാവരെയും തോപ്പിച്ച് നായകനായി ഇന്നോവ ഇപ്പോഴും തുടരുകയാണ്. ആർക്കും കൊടുക്കാൻ പറ്റാത്ത ആ വണ്ടിയുടെ റിലയബിലിറ്റിയും ആ ഒരു കംഫോർട്ടും തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ ഇപ്പോഴും ആ സെഗ്മെന്റിലെ കിങ്ങായി നിർത്തിയിരിക്കുന്നത്.